ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു സ്വപ്നമാണല്ലോ യാഥാർത്ഥ്യമാകുന്നത്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുകയും സംതൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഒരാൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ തന്നെയാണ്. കാരണം ഇതിൻ്റെ പേരിൽ ഏറ്റവും അധികം കല്ലേറുകൾ കൊള്ളേണ്ടി വന്ന, അപഖ്യാതികൾ കേൾക്കേണ്ടി വന്ന ഒരാളാണ്. ഈ ആശുപത്രി വരുന്നത് മാത്രമല്ല, ഇതിൻ്റെ സ്ഥലത്തെ ചൊല്ലിയുള്ള വഴക്കിൽ ഞാൻ ഒരുപാട് പഴി കേട്ടെങ്കിലും എൻ്റെ കടുംപിടുത്തമാണ് ഇത്രയും മനോഹരമായൊരു സ്ഥലം നമുക്ക് ലഭിക്കാൻ കാരണമായത്. അന്ന് എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞെങ്കിലും ബസ് ഇറങ്ങുന്നിടത്ത് വേണം എന്നൊരു നിർബന്ധം പഠിച്ചു. ബസ് ഇറങ്ങി സാധാരണക്കാരായ ഒരു സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നവർ ബസ് ഇറങ്ങി നടന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, KSRTC ബസ്സായാലും പ്രൈവറ്റ് ബസ്സായാലും ഇറങ്ങി നടന്ന് കയറാവുന്ന ഒരു സ്ഥലത്ത്, അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ പണം ഉണ്ടാവില്ല. അസുഖമായിട്ട് വരുന്ന ഒരാൾ വീട്ടിലെ ഒരു ഡോക്ടറെ കാണാൻ വരുമ്പോൾ ബസ് ഇറങ്ങി നേരെ നടന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധ ബുദ്ധിയോടെ ഞാൻ നിന്നപ്പോൾ ഞാനൊരു പക്ഷത്തും എല്ലാവരും മറുപക്ഷത്തുമായിരുന്നു. എനിക്കെതിരെ പത്തനാപുരം ടൗണിൽ പന്തലിട്ടവരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ എന്താ ഈ റോഡ് സൈഡിലുള്ള സ്ഥലം ഏതാണ്, ബ്ലോക്ക് ഓഫീസിലൂടെ കിടക്കുന്ന സ്ഥലമാണെന്ന്. അങ്ങനെ അതിൽ വാശി പിടിച്ചപ്പോൾ പിന്നെ സ്ഥലം കിട്ടിയ നമ്മുടെ പ്രിയങ്കരനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞങ്ങൾ രണ്ടുപേരും വളരെ വേദന അനുഭവിച്ചുകൊണ്ട് തനിച്ചിരുന്നു. അന്ന് പിന്നെ സ്ഥലം കിട്ടിയത് പത്തനാപുരത്ത് കൊണ്ടുപോകുന്നുള്ള വികാരം അദ്ദേഹത്തിന് നജീബ് മുഹമ്മദ് സമ്മതിച്ചിട്ടാണ് പത്തനാപുരത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ പല സ്ഥലം നോക്കി, ക്രൗൺ ഓഡിറ്റോറിയത്തിൻ്റെ ആ വഴിക്കകത്തൊരു സ്ഥലം നോക്കി. ഞാൻ പറഞ്ഞു പറ്റില്ല. അത് കഴിഞ്ഞ് രാജവത്സവാൻ്റെ വീട്ടിന് അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് അവിടെ സ്ഥലം നോക്കി. ഞാൻ പറഞ്ഞു അതും പറ്റില്ല. അങ്ങനെ പറഞ്ഞു ഒരു ദിവസം നജീബ് മുഹമ്മദും പ്രദീപും കൂടെ എന്നോട് പറഞ്ഞു, ഇവിടെയാണ് ഒരു സ്ഥലം കിടക്കുന്നത്, 4 കുടുംബങ്ങളുടെ വകയാണ്. അവരെ സമീപിച്ചു, അവർ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ഓർക്കണം, ഞാൻ വിളിച്ച് സംസാരിച്ചു, നോക്കട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. 4 കുടുംബക്കാരാണ്. അതിൽ ഒരു കുടുംബക്കാരന് ഇപ്പോൾ അവിടെ താമസമുണ്ട്, അവരുടേതാണ്. 4 ആളുകളുടെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ നജീബ് മുഹമ്മദ് പ്രദീപും എല്ലാവരും പോയി സംസാരിച്ചു. അവർ ഉഴപ്പി. അപ്പോൾ പറഞ്ഞു, ഇവരെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പ്രിയ പിതാവ് ബാലകൃഷ്ണ സാർ അന്ന് ജീവിച്ചിരിക്കുക. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെയുണ്ട്, ഇവർ 3 പേരും NSSൻ്റെ ആൾക്കാരാണ്. അങ്ങനെ 3 പേരെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ആശുപത്രി ഒരു പൊതു ആവശ്യമാണ്, കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവരോടെല്ലാം നേരിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ ആശുപത്രി പൊതു ആവശ്യമാണ്, തരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരോരോ കാര്യങ്ങൾ പറഞ്ഞു. തലവൂരുള്ള ഒരു കുടുംബത്തോട് അരിയണനാണ് സംസാരിച്ചത്. അപ്പോൾ ഒടുവിൽ അവർ തരാമെന്ന് പറഞ്ഞു. അച്ഛൻ വിളിച്ചു, എല്ലാവരോടും പറഞ്ഞില്ല, സാറ് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലം കിട്ടിയത്. അവരോട് നന്ദി പറയേണ്ട ഒരു അവസരമാണ്. കാരണം ഈ സ്ഥലത്ത് ഒരു സാധാരണ സർക്കാർ അക്വിസിഷനിൽ തരുന്നതിനേക്കാൾ ഈ ആശുപത്രിക്ക് വേണ്ടി വളരെ കുറഞ്ഞ വിലയ്ക്കാണ് അവരവരുടെ സ്ഥലം, അവരുടെ കുടുംബ സ്വത്തായ സ്ഥലം നമ്മുടെ നാടിന് നൽകിയത് എന്നതുകൊണ്ട് അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഈ പത്തനാപുരം നിയമമണ്ഡലത്തിലെയും ഈ താലൂക്കിൽപ്പെടുന്ന 6 പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഏറ്റവും ഉപകാരമായി തീരുന്ന ഒരു താലൂക്ക് ആശുപത്രി, എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ലാഭത്തിനപ്പുറം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടു തന്ന 4 കുടുംബങ്ങളോടാണ് നമ്മൾ ആദ്യം നന്ദി പറയുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഈ നിർമ്മാണം പൂർത്തിയായി വരുമ്പോൾ ഇത്ര മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു ആശുപത്രി എവിടെയും ഉണ്ടാവില്ല. കാരണം ഇവിടെ വരുന്ന രോഗികളുടെ രോഗം താനേ മാറും. കാരണം ഇവിടെ ഒരു നദിയാണ്, നമുക്കറിയാം, കല്ലടയാറാണ്. ഈ കല്ലടയാറിൻ്റെ ഭാഗത്ത് ഒരു കാലത്തും ഒരു കെട്ടിടം ഉയരത്തില്ല. അതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ കാറ്റ്, ശുദ്ധമായ വായു ഇങ്ങനെ തലൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അടിച്ചു വരും. അത് വലിയൊരു ആശ്വാസമായിരിക്കും. ഇതിന് രോഗികളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരിക്കും. നമുക്ക് വെള്ളത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടില്ല. നമ്മുടെ പൈപ്പ് വെള്ളം ഉണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ കിണറടിക്കുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ വെള്ളം, കല്ലടയാറ്റിൽ വെള്ളം ഉള്ളിടത്തോളം കാലം നമുക്ക് വെള്ളം കിട്ടും. എല്ലാം കൊണ്ടും വാഹനം ഇറങ്ങാൻ അവിടെ ബസ്, അവിടെ KSRTC ബസ് അവിടെ നിർത്തിയാൽ അവിടുന്ന് നടന്നാൽ ആ വീടിരിക്കുന്നിടത്ത് കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് കയറുന്നത്. അവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ ഇത് പറഞ്ഞു നിൽക്കും, അങ്ങോട്ടൊരു വഴിയുണ്ട്. ആ വഴി കൂടെ ആ വീട് പൊളിച്ചിട്ട് അവിടെ കൂടെയാണ് ഈ വഴി വരുന്നത്. അവിടെ ബസ് ഇറങ്ങിയാൽ അതുവഴി ഹോസ്പിറ്റലിനകത്തേക്ക് കയറാം. ഈ വാഹനങ്ങൾ, മന്ത്രിയുടെ വാഹനം അടക്കം കിടക്കുന്ന ആ സ്ഥലത്തു നിന്നാണ്, കണ്ടെയ്നർ ഇരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇതിന് തുടക്കം വരുന്നത്. ഈ പുറയിലേക്ക് വരുമ്പോൾ, ഈ മൂലയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ പുറയിൽ മോർച്ചറി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പുറയിലായിരുന്നു. എല്ലാ സൗകര്യങ്ങളും 7 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഇതിനകത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഞാൻ മിനിസ്റ്ററുടെ അന്നോട്ട് ആവശ്യപ്പെടുന്ന കാര്യം, നമുക്ക് വേണ്ടത് ശിശുരോഗ വിദഗ്ധരാണ്. കാരണം വെച്ചാൽ നമുക്കിവിടെ ഒരു കുഞ്ഞിനൊരു അസുഖം വന്നാൽ പുനലൂരിൽ സൗകര്യമില്ല, കൊട്ടാരക്കരയിൽ സൗകര്യമില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ ഒരു ന്യൂബോൺ നഴ്സറിയിൽ വെക്കാനുള്ള സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലുണ്ട്. നമുക്കറിയാം, പാപ്പച്ചൻ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പാഞ്ഞു പോകുന്നത്. അതൊഴിവാക്കിക്കൊണ്ട് നമുക്കിവിടെ തന്നെ 6-7 കുഞ്ഞുങ്ങളെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു ന്യൂബോൺ നഴ്സറി അടക്കം നമ്മളിത് വിഭാവനം ചെയ്യുന്നു. ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ മുതൽ
നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സജീവമായ പങ്കാളിത്തവും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറ്റമറ്റ ഒരു പ്ലാൻ തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെ മധ്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ജനപ്രതിനിധികളെയും റെസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി എങ്കിൽ ഈ പദ്ധതി പ്ലാൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. കാണാത്തവരായി ജനപ്രതിനിധികൾ ആരുമില്ല, കാരണം എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്, എല്ലാവരെയും ക്ഷണിച്ചു, എല്ലാവരും മനസ്സിലാക്കി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് മനസ്സിലാക്കി. പക്ഷെ എങ്കിലും പലരും ചോദിച്ചു, താലൂക്ക് ആശുപത്രി എവിടെ എന്നാണ് എന്നോട് ചോദിച്ചത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിലർ വിശ്വസിച്ചില്ല. ഒരു കാര്യം ഞാൻ അഭിമാനം, 23 വർഷത്തിനിടയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള, ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കും പാലിച്ചിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ വാക്കാണ് ഈ ആശുപത്രി. ഈ ആശുപത്രി കേരളത്തിലെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിയാണ്. ആശുപത്രി പണി 18 മാസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് എങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞിരുന്നത്. 18 മാസം കൊണ്ട് നമ്മൾ ഭാവിയിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് ആവശ്യമുള്ള സ്ഥലവും ഈ ആശുപത്രി കെട്ടിടത്തിൽ ഒഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഹൃദയത്തിന് ഈ നമ്മുടെ ബൈപ്പാസ് ഇല്ലെങ്കിലും ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം ഭാവിയിൽ ഉണ്ടാക്കാനുള്ള സ്ഥലവും നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. എല്ലാത്തരം വാർഡുകളുണ്ട്, പേ വാർഡുണ്ട്, എയർ കണ്ടീഷൻ പേ വാർഡുണ്ട്, നോൺ AC ഇല്ലാത്തതുണ്ട്. അതുപോലെ വാർഡുകൾ എല്ലാം ഓരോ രോഗിക്കും പ്രത്യേകം സ്വകാര്യത ലഭിക്കത്തക്കതുള്ള വാർഡുകളാണ്. മാത്രമല്ല വാർഡുകൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ ഒരു കട്ടിലും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഫർണിച്ചർ വരുമ്പോൾ അതിന് കൂടെ അത് നീക്കിയിടുമ്പോൾ രാത്രി ബൈസ്റ്റാൻഡർക്ക് കൂടെ കിടക്കാം, അവിടെ സൈഡിൽ തന്നെ കിടക്കാം. അതിനകത്ത് ഒരു കർട്ടൻ ഇട്ടിരിക്കും. മാത്രമല്ല ഇതിനകത്ത് സർവ്വമത പ്രാർത്ഥന ചെയ്യാനുള്ള ഒരു ആരാധനാലയം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ആശുപത്രിയിൽ എന്തൊക്കെയാണ് ആവശ്യമെന്ന് എഴുതി അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി അറിയിച്ചപ്പോൾ അതിൽ ആദ്യമായി ഒരാൾ അയച്ച മെയിലിൽ പറഞ്ഞിരിക്കുന്നത്, രോഗം വരുമ്പോഴാണ് പലരും ദൈവത്തെ അറിയുന്നത്. അപ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കാനുള്ള ഒരു സർവ്വമതസ്ഥർക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു ആലയമാണ്. 3 മുറികൾ, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കും പ്രാർത്ഥിക്കാനുള്ള 3 മുറികൾ ഇതിനകത്ത് ഡിസൈനിൽ തന്നെ ആദ്യം തന്നെ ആ ഒരു ഇമെയിൽ സന്ദേശത്തിലൂടെ ആ ചെറുപ്പക്കാരൻ തന്ന ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തി. നമ്മൾ ഏറ്റവും അഭിമാനം, എൻ്റെ മനസ്സിനെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് രാവിലത്തെ OP തള്ളു കുറയ്ക്കാൻ വേണ്ടി ഇത് പണി തീരുമ്പോഴേക്കും ഞാനൊരു ആപ്പ് ഉണ്ടാക്കും. ഡോക്ടർമാർക്കൊക്കെ അങ്ങനെ ആപ്പുണ്ട് പൊതുവിൽ. ഞാൻ സമയം ഫിക്സ് ചെയ്തിട്ട് വരാം. രാവിലെ ഒരു 9 മണി മുതൽ 11 മണി വരെ ഏറ്റവും സാധാരണക്കാർക്ക് ആൾക്കാർക്ക് ഓടി വരാനുള്ള അവസരം കൊടുക്കുകയാണ് ഡോക്ടർമാരുടെ അടുത്ത്. അത് കഴിഞ്ഞാൽ ഒരു 11 മണി കഴിഞ്ഞാൽ പ്രായമുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരു സമയം ഫിക്സ് ചെയ്ത് വന്ന് ഡോക്ടറെ കാണാം. OP തീരുന്നത് 11 മണി വരെ അങ്ങോട്ട് ഒരു ഫിക്സഡ് ടൈം കൊടുക്കുക. ഈ സമയത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവിടെ എത്തുക, ഡോക്ടറെ കാണുക, പോവുക. അങ്ങനെ ഒരു ആപ്പ് നമ്മൾ ആരോഗ്യവകുപ്പിലുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. പക്ഷേ എങ്കിലും നമ്മളും അത് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഈ ആശുപത്രിക്ക് വേണ്ടി മാത്രമാണെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കും. നമുക്കത് വേണം. ആരോഗ്യവകുപ്പിലുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കും.